ഹായ് ഗായ്സ്, ഞാൻ രേണു. നമുക്കൊന്ന് മൈലാഞ്ചി പൊട്ടിക്കാൻ പോയാലോ? കർക്കിടക മാസമൊക്കെ അല്ലേ, കയ്യിൽ നല്ല ഒറിജിനൽ മൈലാഞ്ചി അരച്ചിടണം എന്നൊക്കെയല്ലേ പറയാറ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസമൊക്കെ കഴിയാറായി, ഇപ്പോൾ 14 പക്ഷെ ഞങ്ങൾക്ക് നേരം കിട്ടിയത് ഇപ്പോഴാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ, എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പാടത്ത് പോയിട്ട്, സംഭവം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ പാടത്ത് പോയിട്ടാണ് മൈലാഞ്ചി കാര്യങ്ങളൊക്കെ പൊട്ടിക്കാറ്. ഈ വഴി വീട്ടിൽ നിന്ന് അപ്പോൾ ഞാനും മൂത്ത ചേച്ചി പിള്ളേരെ കൊണ്ടുപോകൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വീട്ടിൽ അമ്മയ്ക്ക് കാല് വയ്യാത്ത കാരണം ഇവരവിടെ ഏൽപ്പിച്ചിട്ട് പോയാൽ വരുമ്പോഴേക്കും അമ്മയുടെ കാല് രണ്ടാക്കി വെക്കും. അത് കാരണം ഇവരെ എടുത്തു. ഇതാണ് ഞങ്ങളുടെ കുളം. ഈ കുളത്തിലിപ്പോൾ 2 വർഷമായിട്ട് അങ്ങനെ ആരും ഇറങ്ങലോ കാര്യങ്ങളൊന്നുമില്ല. മീൻ പിടിക്കൽ അങ്ങനത്തെ എന്തൊക്കെയോ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വേസ്റ്റായി കിടക്കുന്നത്. ഇവിടെ ഒരാൾ ഒരു ഓണത്തിൻ്റെ സമയത്ത് മുങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അങ്ങനെ ആരും ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ കുറേ നാളെ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് അപ്പോൾ നല്ലപോലെ നൊസ്റ്റ് അടിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ ചാലിൽ നിന്നും ആ കുളത്തിൽ നിന്നൊക്കെ ആയിട്ട് ഞങ്ങൾ മീൻ പിടിക്കാനും എല്ലാത്തിനും വന്നോർന്നിരുന്നതാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഉണ്ണിയോളും കാര്യങ്ങളൊക്കെ ആയതിന് പിന്നെ ഞങ്ങളെന്നല്ല ഞാൻ ഈ ഭാഗത്തേക്ക് അങ്ങനെ അധികം വരാതെ. ഇത് ഈ വണ്ടികൾ കണ്ടോ, ഞങ്ങളുടെ ഫാമിലി ആയിട്ട് എവിടെ ടൂർ പോയാലും വിളിക്കുന്ന വണ്ടിയാണ്. ആ സ്കൂട്ടിയിൽ പോകുന്ന ആളാണ് ഈ വണ്ടിയുടെ ഓണർ. ഞങ്ങളിപ്പോൾ മൈലാഞ്ചി പൊട്ടിയാൻ ഇത്തിരി അധികമൊന്നുമില്ല, എന്നാലും കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകണം. പാടത്തുകൂടും ചെളിയും ചാടിയും ഒക്കെ ചാടന്ന് പോകണം. അപ്പോൾ പോകാനായിട്ട് ഇറങ്ങിയ മുമ്പ് തന്നെ മുമ്പിൽ 2 പശുക്കളാണ്, 2 അല്ല 3 പശുക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി പൊട്ടിക്കാമെന്നും പറഞ്ഞ് വിളിച്ച് കൊത്തിപ്പൊക്കി കൊണ്ടുവന്നത് ഇവളാണ്, എൻ്റെ മൂത്ത ചേച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിച്ച് നിൽപ്പാണ് ഞങ്ങൾ പശുക്കളേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ പോ, എന്നിട്ട് ഞങ്ങൾ പിന്നെ വരാൻ തന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, പശുക്കൾക്ക് ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെക്കാട്ടും വലിയ പേടിയാണ്. ഞങ്ങൾ അവരെ പേടിച്ച് നിൽക്കുമ്പോൾ അവർ ഞങ്ങളെ പേടിച്ച് നിൽക്കുക. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ വഴിമാറി പോവുകയാണ്. പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ച അത് കണ്ടില്ലേ, ഉണ്ണി മുന്നോട്ട് പോയിട്ട് പിന്നെയും തിരിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു, അവൾക്ക് പേടിയാണെന്നും പറഞ്ഞിട്ട്. എൻ്റെ ചേച്ചി അപ്പുറത്തേക്കൂടെ പോയി, ഞാൻ ഇപ്പുറത്തേക്കൂടെയും പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടും പേടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും അവർ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു വീടുണ്ട്, ഈ കാണുന്ന ഈ വഴിയിൽ കൂടെ പോയാൽ ഒരറ്റത്തൊരു വീടാണ്. അവിടെ ഒരു ചേച്ചി മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ ഇങ്ങനെ നിറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ആൾ സ്വയം വെച്ച് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ അവിടെ ഉണ്ട് മൈലാഞ്ചി. അപ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പക്ഷേ നോക്കി ചെന്നപ്പോൾ അവിടെ മൈലാഞ്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്ഥിരം പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് വെച്ചു. ഇവിടെ കാണാം, ഈ 2 ചെടികൾ നിൽക്കുന്നതുണ്ടോ, അതാണ് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട്. ഞങ്ങൾ എപ്പോഴായാലും തലയിൽ ഇടാനുള്ള വെളിച്ചെണ്ണ ആട്ടാനായാലും എന്ത് കാര്യത്തിനായാലും ഇവിടെ വന്നിട്ടാണ് പൊട്ടിക്കാറ്. ഞങ്ങൾ ഈ വഴി പോകുന്ന വെച്ചപ്പോൾ അവിടെ കണ്ടത്തിൻ്റെ അവിടെ കൂടെ ചെളി കൂടെ ഒക്കെ ഒന്ന് നല്ല പോലെ ചവിട്ടി നടക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞ് ഇപ്പുറത്തോടെ നടന്നു. ഈ മുഖഭാവം കണ്ടോ, ഞാൻ നോക്ക് ചിരിക്കിന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞിരിക്കുന്നതാണ്. കാരണം ആൾക്ക് വെള്ളം കണ്ട ഭയങ്കര പ്രാന്താണ്. ഇപ്പോൾ കിച്ചുട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചീത്തയും ഒരു അടിയൊക്കെ കിട്ടിയിട്ട് കരഞ്ഞിട്ടിരിക്കുന്ന മുഖഭാവമാണ്. അപ്പോൾ ക്യാമറയിൽ നോക്കി ചിരിക്കാൻ പറഞ്ഞിട്ട് പോലും ആൾ ചിരിക്കുന്നില്ല. ആൾക്ക് വിഷമിച്ചിരിക്കുകയാണ്, എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. ആൾക്ക് വെള്ളം കണ്ട എന്താണെന്നറിയില്ല, ഭയങ്കര പ്രാന്താണ്. നമ്മൾ വീടിനകത്ത് തന്നെ ഇവിടെ വാഷ് ബേസിനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ പോയി ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ആൾക്ക് ഇതും കൂടി കണ്ടപ്പോൾ അമ്മ ഉമ്പ എന്ന് പറഞ്ഞാൽ അതിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള ഗുസ്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എത്ര പറഞ്ഞിട്ട് കേൾക്കാണ്ടായപ്പോൾ എൻ്റെ ഒരു ചീത്തൊക്കെ കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്നതാണ് ആൾ. അപ്പോൾ ഞങ്ങളത് പതിയെ നടന്ന് അവിടെ എത്തി. കാലത്ത് ഈ ചെരുപ്പ് ഇടണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നല്ല റബ്ബറിൻ്റെ പോലത്തെ ചെരുപ്പായതുകൊണ്ട് നല്ല വഴുക്കലുണ്ടായിരുന്നു. ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ പാടെത്തിയപ്പോൾ തൊട്ട് എൻ്റെ മേത്താണ് കയറിയിരിക്കുന്നത്. പിന്നെ ഞാൻ മൈലാഞ്ചി പൊട്ടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ ഉണ്ണിരയിലൊക്കെ കൊടുത്തത്. ചേച്ചിയുടെ മൂത്ത ക്രാവ് ആളെടുത്ത് നടന്നോളൂ കേട്ടോ, നല്ല രീതിയിൽ ആളെടുക്കലും അവനെ നോക്കലും ഒക്കെ ചെയ്തോളും. ഞാനിവിടെ വന്ന് കൂടുതൽ അവളോടാണ് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അപ്പുറത്ത് കടന്നിട്ട് ഞാൻ കുറച്ച് മൈലാഞ്ചിയൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പോവാടാ ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് ചേച്ചിയോട് ചേച്ചി പറഞ്ഞു, നീ അന്ന് ഇപ്പുറത്തേക്ക് ചാടി, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് പൊട്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചാടാൻ നോക്കലാണ്. ഇത്തിരി ടാസ്ക്കായിരുന്നു. കാരണം വീഴുന്നുള്ള ഉറപ്പായപ്പോൾ ഞാൻ അവളെ പിടിച്ചത്. സത്യം പറഞ്ഞാൽ അവളെയും കൂടി ഞാൻ പിടിച്ച് നിലത്തിട്ടേനെ. അപ്പോൾ ചേച്ചി, ഞാൻ ഇപ്പുറത്തേക്ക് ചാടിയപ്പോൾ ചേച്ചി എന്നാൽ ഈ ഭാഗത്തും കൂടി പൊട്ടിക്കാമെന്നും പറഞ്ഞിട്ട് അവൾ പോവാണ്. എന്നിട്ട് കുറച്ചൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കമ്പോട് കൂടി ഓടിച്ചിട്ട് വീട് വരെ ആ കമ്പും കൊണ്ട് നടക്കും. അതായിരുന്നു പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഉണ്ണികളൊക്കെയുള്ള കാരണം അത് ചെയ്യാമെന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉരിഞ്ഞെടുത്തു. നേരത്തെ വീട്ടിൽ ചെന്ന് ഉരിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉരിഞ്ഞെടുത്ത കാരണം വീട്ടിൽ ചെന്ന് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ 3 ആ നിൽക്കുന്ന ചെറുതുകൾ പിങ്കുകൾ 2 കണ്ടോ, ഇവർ 2 പേരും കൂട്ടാണ്.
പണ്ട് മൂത്ത ആളും എൻ്റെ മോനായിരുന്നു കൂട്ട്. ഇപ്പം നേരെ മാറി ഇവർ രണ്ടെണ്ണമായി കൂട്ട്. ഇവർ രണ്ടെണ്ണം ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പും തല്ലോട്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഒരു നിമിഷം പോലും കാണാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ പോയാലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ചേച്ചി എവിടെ, ചേട്ടാ എവിടെ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങി. നല്ല മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചെറുതായിട്ട് തോളുന്നുണ്ടായിരുന്നു. അപ്പോൾ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിലായി. കാല് കഴുകണം എന്ന് പറഞ്ഞിട്ട് കാല് കഴിച്ചു കൊടുത്തപ്പോൾ പിന്നെ ചെരുപ്പ് ഇടുന്നില്ല. അങ്ങനെ ഇതാണ്ടോ ഈ പുത്തൻകുളം SN പാർക്ക് പുത്തൻകുളം എന്ന് പറയും, അവിടേക്ക് അങ്ങനെ പോയി നമുക്ക് വേണ്ടതൊക്കെ പൊട്ടിച്ചു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ചേച്ചിയും ഞങ്ങൾ പിന്നിൽ അമ്മിക്കല്ലുണ്ട്, അവിടെയാണ് അരയ്ക്കാറ്. പക്ഷേ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി അരയ്ക്കുന്നില്ല. ചേച്ചി തന്നെ മിക്സിയിലിട്ട് അരച്ചു. പിന്നെ ഞാൻ ഇടാൻ നിന്നില്ല, ചേച്ചിയാണ് ഇട്ടത്. അവൾ ഉണ്ണവൾക്ക് ഇട്ട് കൊടുത്ത് അവളും ഇട്ടു. പിന്നെ ഞാൻ പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.